സുപ്രധാന ചുമതലകൾക്കിടയിലും തൻ്റെ 252ാമത്തെ പുസ്തകവും പുറത്തിറക്കി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. വൃക്ഷായുർവേദം, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി അൽമിറ്റി എന്ന പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, മാതാ അമൃതാനന്ദമയി മഠം, കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി എന്നിവർ ചേർന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയായ അന്ന ചാണ്ടിയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയായിരുന്നു ശ്രീധരൻപിള്ള എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്. പിന്നീട് പുതു സിവിൽ കോഡ്, എന്തിന്, പുന്നപ്ര, വയലാർ, കാണാപ്പുറങ്ങൾ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതി. ഇപ്പോൾ വൃക്ഷായുർവേദം, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ആൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് ശ്രീധരൻപിള്ള. ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെയാണ് ശ്രീധരൻപിള്ള ലോകത്തെ കാണുന്നതെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് അറിയാമെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം മാതാ അമൃതാനന്ദമയി മഠം, കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തിലും അഭിഭാഷക രംഗത്തിലും സാമൂഹ്യ രംഗത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ ഭരണരംഗത്തും രാജനൈതിക രംഗങ്ങളിലുമെല്ലാം ഈ ആത്മീയമായ ഉൾക്കാഴ്ചയോട് കൂടിയാണ് അദ്ദേഹം ലോകത്തെ കാണുന്നതെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയാണ് പുസ്തകങ്ങൾ രചിക്കുന്നതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളത്തെ പോലൊരു സാമൂഹിക ജീവിതം ആസുരിക തലത്തിലേക്ക് പോകുന്ന അപകടകരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അതിനോടെല്ലാം പ്രതികരിക്കുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളത്. അതേസമയത്ത് എഴുതുമ്പം നമുക്കൊരു സന്തോഷം കിട്ടും. അത് അന്നേരം അനുവാചകർ എൻ്റെ മുമ്പിലില്ല, പത്രക്കാരില്ല, എഡിറ്ററില്ല, ആരുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമാധിഷ്ഠിതമായിരിക്കണം. ആ ധർമാധിഷ്ഠിതമായ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് ശ്രീധരൻപിള്ളയുടെ സാഹിത്യം വിശകലനവും വിലയിരുത്തലും എന്ന സെമിനാറിൽ അദ്ദേഹത്തിന്റെ രചനകളെ മലയാളത്തിന്റെ പ്രമുഖ എഴുത്തുകാർ വിശകലനം ചെയ്തു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.